Good morning. Good morning. Yes, everyone, please say good morning. Yes, good morning, my dears. Had your breakfast? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എല്ലാവരും? നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുവാണോ? യെസ്, ഓക്കെ. വി വർ ടോക്കിംഗ് അബൌട്ട് സംതിങ് അല്ലേ? നമ്മൾ എന്തിനെയോ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അല്ലേ? വാട്ട് വാസ് ദാറ്റ്? നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ട് നിന്നത്? എനിവൺ റിമെമ്പേഴ്സ്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തിനെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നോക്കട്ടെ. യെസ്, എല്ലാവരും ഓർക്കുന്നുണ്ട് അല്ലേ? എന്താണ്, എന്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിന്നത്? ആൻ അലാം ക്ലോക്ക് അല്ലേ? നമ്മൾ ഒരു അലാം ക്ലോക്കിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആരുടെ അലാം ക്ലോക്ക് ആണ്? നേഹാസ് അലാം ക്ലോക്ക്. നേഹയുടെ അലാം ക്ലോക്ക്. നേഹാസ് അലാം ക്ലോക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? സോ എന്തായിരുന്നു? നേഹ വാസ് കംപ്ലൈനിങ് അബൌട്ട് സംതിങ്. വാട്ട് വാസ് ദാറ്റ്? ദിസ് അലാം ക്ലോക്ക് ഓൾവേസ് റിങ്സ് അറ്റ് 6. ഈ അലാം ക്ലോക്ക് എല്ലാ ദിവസവും എന്ത് ചെയ്യും? കറക്റ്റ് 6 മണിക്ക് റിങ് ചെയ്യും. ആൻഡ് പുൾസ് മീ ഔട്ട് ഓഫ് ദ ബെഡ്. അതുകൊണ്ട് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? എൻ്റെ ബെഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചെഴുന്നേപ്പിക്കും ഈ അലാം ക്ലോക്ക്. ഇറ്റ്സ് സോ അൺഫെയർ. ഹൗ ഐ വുഡ് ലവ് ടു സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ ഇൻ ദ മോർണിംഗ്. ഐ വിഷ് ദിസ് ക്ലോക്ക് വുഡ് ഫോർഗെറ്റ് ഇറ്റ്സ് ജോബ് സംടൈം. സോ ഈ ക്ലോക്കിൻ്റെ ജോലി ഒന്ന് മറന്നെങ്കിൽ മതിയായിരുന്നു. ഒന്ന് മറന്നു പോയാൽ മതിയായിരുന്നു. ഭയങ്കര കഷ്ടപ്പെട്ടാണല്ലേ നേഹ എണീക്കുന്നത്. എന്ത് ചെയ്യും? അലാം ക്ലോക്ക് വിൽ ഓൾവേസ് റിങ്സ് അറ്റ് 6. രാവിലെ 6 മണിക്ക് അലാം ക്ലോക്ക് അടിക്കും. അപ്പോൾ എഴുന്നേക്കാൻ ഭയങ്കര പാടാണ്. ആർക്ക്? നേഹയ്ക്ക്. അതും പറഞ്ഞുകൊണ്ട് നേഹ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നരേറ്റർ സംതിങ് ഫോൾസ്. നേഹ സ്മൈൽസ്. അപ്പോൾ എന്താ? സ്നേഹ ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ പതുക്കെ വിഷമിച്ച് എഴുന്നേറ്റ് വരുമ്പോൾ എന്ത് പറ്റിയെന്ന് അറിയാവോ? എന്തോ താഴെ വീണു. സംതിങ് ഫോൾസ്. താഴോട്ട് വീണു. സംതിങ് ഫോൾസ്. സ്നേഹ സ്മൈൽ. സ്നേഹ എന്ത് ചെയ്തു? ചിരിച്ചു. സ്നേഹ ചിരിക്കുന്നുണ്ട്. എന്താ നോക്ക്, എന്തായിരിക്കും താഴെ വീണതപ്പോൾ? നേഹ, മൈ ക്ലോക്ക് ഹാസ് ഫോളൻ. ഹൗ ഹാപ്പി ഐ ആം. ടുമോറോ ഐ ക്യാൻ ഗെറ്റ് അപ്പ് ലേറ്റ്. നേഹ എന്താ പറയുന്നേ? മൈ ക്ലോക്ക് ഹാസ് ഫോളൻ. ദേ എൻ്റെ ക്ലോക്ക് എന്ത് ചെയ്തു? എൻ്റെ ക്ലോക്ക് ഫോളൻ, താഴേക്ക് വീണു. ഹൗ ഹാപ്പി ഐ ആം. എനിക്ക് എന്ത് എത്ര സന്തോഷവതിയാണ് ഞാൻ എന്തോരം ഹാപ്പി ആയി. ഹൗ ഹാപ്പി ഐ ആം. എനിക്ക് എന്തോരം സന്തോഷമായി. എത്ര സന്തോഷമായി ഇപ്പോൾ എനിക്ക്. ടുമോറോ ഐ ക്യാൻ ഗെറ്റ് അപ്പ് ലേറ്റ്. ടുമോറോ ഐ ക്യാൻ ഗെറ്റ് അപ്പ് ലേറ്റ്. ടുമോറോ നാളെ അല്ലേ? ടുമോറോ എന്താണ്? നാളെയാണ്. ടുമോറോ എന്ന് പറയുമ്പോൾ നാളെ. അപ്പോൾ ഇന്നലേക്ക് എന്ത് പറയും? ഇന്നലെ ആണെങ്കിൽ യെസ്റ്റർഡേ. ടുമോറോ ആണെങ്കിൽ നാളെ, ഇന്നലെ ആണെങ്കിൽ യെസ്റ്റർഡേ. കഴിഞ്ഞു പോയതാണ് യെസ്റ്റർഡേ. അപ്പോൾ ഇന്നിനെന്താ പറയുക? ഇന്ന് ടുഡേ. യെസ്റ്റർഡേ, ടുഡേ, ടുമോറോ. ഓക്കെ. അപ്പോൾ നാളെ എന്ത് ചെയ്താൽ മതി? ഐ ക്യാൻ ഗെറ്റ് അപ്പ് ലേറ്റ്. എനിക്ക് ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാൽ മതി. എനിക്ക് താമസിച്ച് എഴുന്നേറ്റാൽ മതിയല്ലോ. വൈ? എന്തുകൊണ്ടാണ് നേഹയ്ക്ക് താമസിച്ച് എണീറ്റാൽ മതി എന്ന് പറഞ്ഞത്? എന്താ കാര്യം? ഹെർ ക്ലോക്ക് ഹാസ് ഫോളൻ. അവളുടെ ക്ലോക്ക് എന്ത് ചെയ്തു? താഴോട്ട് വീണു. നരേറ്റർ ആരാണ്? നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വിവരിച്ചു തരുന്ന ആളാണ് നരേറ്റർ എന്ന് പറയാം. നെക്സ്റ്റ് മോർണിംഗ് ദർ ഈസ് നോ അലാം. സോ നേഹ സ്ലീപ്സ് ആൻഡ് സ്ലീപ്സ്. ദ സ്മോൾ chirpy birds which come to the window sill every morning find Neha still sleeping. അപ്പോൾ നെക്സ്റ്റ് ഡേ എന്ത് പറ്റി? നെക്സ്റ്റ് ഡേ അലാം ക്ലോക്ക് ഇല്ലല്ലേ? നെക്സ്റ്റ് മോർണിംഗ് ദർ ഈസ് നോ അലാം. പിറ്റേ ദിവസം എന്തില്ല? അലാറം ഇല്ല. സോ നേഹ സ്ലീപ്സ് ആൻഡ് സ്ലീപ്പ്. അതുകൊണ്ട് നേഹ എന്ത് ചെയ്തു? സ്ലീപ്സ് ആൻഡ് സ്ലീപ്സ്. നേഹ ഉറങ്ങി അല്ലേ? ഉറങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ്. ദ സ്മോൾ ചിർപ്പി ബേർഡ്സ്. സ്മോൾ എന്ന് വെച്ചാൽ എന്താ? ചെറിയ ചിർപ്പി ബേർഡ്സ്. ചെറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ CHIRP. ചെറുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലക്കത്തില്ലേ? കിളികൾ സൗണ്ട് ഉണ്ടാക്കില്ലേ? ചിലച്ചുകൊണ്ട് രാവിലെയൊക്കെ നിങ്ങൾക്ക് കേൾക്കാം അല്ലേ? കിളികളുടെ സൗണ്ട് കേൾക്കാം. അപ്പോൾ എല്ലാ ദിവസവും നേഹയുടെ ജനൽപ്പടി ഉണ്ടല്ലോ, ജനൽപ്പടിയിൽ വന്നിരിക്കുമായിരുന്നു. വിൻഡോസിൽ എവറി മോർണിംഗ് ഫൈൻ നേഹ സ്റ്റിൽ സ്ലീപ്പിംഗ്. അപ്പോൾ അവർ വന്ന് നോക്കുമ്പോൾ എന്താ? നേഹ ഈസ് സ്റ്റിൽ സ്ലീപ്പിംഗ്. നേഹ ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്? ഉറങ്ങുവാണ് അല്ലേ? സ്റ്റിൽ സ്ലീപ്പിംഗ്. ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ബേർഡ്സ് പറയുവാണ്, വേക്ക് അപ്പ് ഡിയർ, വേക്ക് അപ്പ് ഫാസ്റ്റ്. നേഹ എഴുന്നേക്ക്, വേഗം എണീക്ക്. വേക്ക് അപ്പ് ഫാസ്റ്റ്. പെട്ടെന്ന് എഴുന്നേക്ക്. നരേറ്റർ നേഹ ഗെറ്റ്സ് അപ്പ് വിത്ത് എ സ്റ്റാർട്ട്. അപ്പം നേഹ എന്ത് ചെയ്തു?
സ്റ്റാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങുക എന്നർത്ഥമുണ്ട്, സ്റ്റാർട്ട് എന്ന് വെച്ചാൽ ഞെട്ടുക എന്നർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഞെട്ടലാണ്. നേഹ എന്ത് ചെയ്തു? ഗെറ്റ്സ് അപ്പ് വിത്ത് എ സ്റ്റാർട്ട്. പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി എഴുന്നേറ്റു. ഗെറ്റ്സ് അപ്പ്, ഷീ ഗെറ്റ്സ് അപ്പ്, അവൾ എഴുന്നേറ്റു. നേഹ, ഓ നോ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ അലാം ക്ലോക്ക് ഇറ്റ് ഈസ് ദിസ് ബേർഡ്സ്, വൈ ഡോണ്ട് ദേ ലീവ് മീ അലോൺ. അപ്പം നേഹയ്ക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? നല്ല ദേഷ്യം വന്നല്ലേ. വൈ, എന്തുകൊണ്ടാണ് നേഹയ്ക്ക് ദേഷ്യം വന്നത്? ആദ്യം അലാം ക്ലോക്ക് ആയിരുന്നു. അലാം ക്ലോക്കിന് ഒരു വിധമൊക്കെ എങ്ങനെ, അലാം ക്ലോക്കിനെ ഇങ്ങനെ കേഴ്സ് ചെയ്ത് ഒരു ദിവസം എന്ത് ചെയ്തു? അലാം ക്ലോക്ക് ഹാഡ് ഫോളൻ. അലാം ക്ലോക്ക് താഴെ വീണു, അതിൻ്റെ പണി തീർന്നു. അപ്പോൾ വിചാരിച്ച് എന്ത് ചെയ്യുക? ഇനി കിടന്ന് നല്ലോണം ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ വാട്ട് ഹാപ്പൻഡ്? ദ ബേർഡ്സ് കെയിം ടു ഹെർ ആൻഡ് ആസ്ക്ഡ് ഹെർ ടു വേക്ക് അപ്പ്. പക്ഷികൾ വന്നിട്ട് അവളോട് എന്ത് പറഞ്ഞു? എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ നേഹ പറഞ്ഞു, ഓ നോ, പക്ഷേ എന്ത് കഷ്ടമാണ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ അലാം ക്ലോക്ക് ഇറ്റ് ഈസ് ദീസ് ബേർഡ്സ്. ഒന്നുകിൽ അലാം ക്ലോക്ക്, ഈ അലാം ക്ലോക്ക് അല്ലെങ്കിൽ ആര് വന്നു എന്നെ ഉണർത്താൻ വേണ്ടി? ഈ ബേർഡ്സ് വന്നു. വൈ ഡോണ്ട് ദേ ലീവ് മീ എലോൺ. ഇവരെന്നെ ഒന്ന് തനിച്ച് വിടാത്ത എന്താ? എലോൺ എന്ന് വെച്ചാൽ എന്താ? ഒറ്റയ്ക്ക്. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട്ടിരുന്നെങ്കിൽ മതിയായിരുന്നു. വൈ ഡോണ്ട് ദേ ലീവ് മീ എലോൺ. ഇവരെന്താ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാത്ത? എന്നെ കുറച്ച് നേരം ഒന്ന് വെറുതെ വിടാത്തത് എന്താ? ആദ്യം അലാം ക്ലോക്ക് ആയിരുന്നു, ഇപ്പൊ ആരാണ്? അലാം ക്ലോക്ക് പോയപ്പോൾ ആര് വന്നു എന്നെ ഉണർത്താൻ? ദീസ് ബേർഡ്സ് കെയിം. നറേറ്റർ, even this wish of Neha's comes true. The next morning there is not only no alarm clock, there are no birds either, but there is someone else who does not want her to miss the school bus. Can you guess who it is? The bright sun. He fills Neha's room with a warm smile. Even this wish of Neha's comes ട്രൂ. നേഹ ആഗ്രഹിച്ച ഈ കാര്യം, വിഷ് എന്ന് വെച്ചാൽ എന്താ? ആഗ്രഹമാണ്. നേഹയുടെ ഈ ആഗ്രഹം എന്ത് പറ്റി? കംസ് ട്രൂ, സത്യമായി മാറി. നേഹ എന്താ ആഗ്രഹിച്ചത്? നേഹ എന്താണ് ആഗ്രഹിച്ചത്? നേഹ എന്താ വിഷ് ചെയ്തത്? എന്താ? ബേർഡ്സ് ഷുഡ് നെവർ കം ടു വേക്ക് മീ അപ്പ്. ഈ ബേർഡ്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല? എന്നെ ഉണർത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരല്ലേ എന്നാണ് നേഹ ആഗ്രഹിച്ചത്. ദാറ്റ് വാസ് നേഹാസ് വിഷ്. അപ്പോൾ എന്ത് ചെയ്തു? നേഹ ആഗ്രഹിച്ചതുപോലെ തന്നെ സംഭവിച്ചു. എന്ത് പറ്റി? ദ നെക്സ്റ്റ് മോർണിംഗ് ദർ ഈസ് നോട്ട് ഓൺലി നോ അലാം ക്ലോക്ക്, ദർ ആർ നോ ബേർഡ്സ് ഐദർ. നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം രാവിലെ എന്തായിരുന്നു? അവിടെ അലാം ക്ലോക്കും ഓൾറെഡി ഇല്ല. ഇപ്പം എന്തും ഇല്ല. ദർ ആർ നോ ബേർഡ്സ് ഐദർ. ബേർഡ്സും ഇല്ല. അലാം ക്ലോക്കും പോയി, ബേർഡ്സും പോയി. ബേർഡ്സ് ആരും പിന്നെ എന്ത് ചെയ്തില്ല? നേഹയെ വിളിച്ചുണർത്താൻ വേണ്ടിയിട്ട് രാവിലെ വന്നില്ല. ബട്ട് there is someone else who does not want her to miss the school bus. അപ്പോൾ ബേർഡ്സും ഇല്ല, അലാം ക്ലോക്കും ഇല്ല. പക്ഷേ ബട്ട് ദർ ഈസ് സംവൺ, വേറൊരാളുണ്ടായിരുന്നു. എന്താണ്? ഹു ഡസ് നോട്ട് വാണ്ട് ഹർ ടു മിസ് ദ സ്കൂൾ ബസ്. സ്കൂൾ ബസ് അവൾ മിസ് ചെയ്യരുതെന്ന് ആഗ്രഹിച്ച ഒരാളുണ്ടായിരുന്നു. നേഹയ്ക്ക് എന്ത് ചെയ്യാൻ പാടില്ല? സ്കൂൾ ബസ് മിസ്സാവാൻ പാടില്ല. അവൾ എപ്പോഴും സ്കൂൾ ബസ്സിൽ കറക്റ്റ് ടൈമിന് പോകണം എന്ന് ആഗ്രഹിച്ച ഒരാളുണ്ടായിരുന്നു. അതാരായിരുന്നു? ക്യാൻ യു ഗെസ് ഹൂ ഇറ്റ് ഇസ്? ക്യാൻ യു ഗെസ്? നിങ്ങൾക്ക് ഗെസ് ചെയ്യാവോ? നിങ്ങൾക്ക് ഊഹിക്കാവോ? ആരാണെന്ന് ഊഹിക്കാമോ? എനി ഗെസ്? യെസ്, നമുക്ക് പറയാം. മിസ് നോക്കട്ടെ ആരാ നോക്കാം. ദ ബിഗ് ബ്രൈറ്റ് സൺ. ആരാണ്? നല്ല ബിഗ് എന്ന് വെച്ചാൽ എന്താ? വലിയ, ബ്രൈറ്റ് നല്ല തിളക്കമുള്ള സൺ. ആരാ സൺ? ആരാ ഇതേ നിൽക്കുന്നു? ആരാ ഇത്? സൂര്യൻ. സണ്ണാണല്ലോ. ദ ബിഗ് ബ്രൈറ്റ് സൺ. നല്ല തിളക്കത്തിൽ വലുതായിട്ട് നിൽക്കുന്ന ആരാ? സൂര്യൻ. സൂര്യനാണ് എന്ത് പറ്റാത്തത്? നേഹ ഒരിക്കലും സ്കൂൾ ബസ് മിസ് ചെയ്യരുതെന്ന് ആഗ്രഹിക്കാത്തത് ആരാണ്? സണ്ണാണ്. അപ്പോൾ സണ്ണുണ്ട്. സണ്ണ് എന്ത് ചെയ്തു? ഹി ഫിൽസ് നെഹാസ് റൂം വിത്ത് എ വാം സ്മൈൽ. അപ്പോൾ സണ്ണ് എന്ത് ചെയ്തു? നന്നായിട്ട് അങ്ങ് ചിരിച്ചപ്പോൾ എന്ത് പറ്റി? സണ്ണിൻ്റെ പ്രകാശം നെഹയുടെ റൂം ഫുള്ളായിട്ട് അങ്ങ് ഫില്ലായി എന്ന് വെച്ചാൽ എന്താ? നിറയുക. അപ്പോൾ നെഹ ഇങ്ങനെ നല്ല ചുരുണ്ട് കിടന്ന് ഉറങ്ങാൻ നേരത്ത് ആദ്യം അലാം ക്ലോക്ക് താഴെ വീണ. ദ അലാം ക്ലോക്ക് ഹാഡ് ഫോളൻ. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? നെക്സ്റ്റ് എന്തായിരുന്നു? ദ ബേർഡ്സ് ഡിഡിൻ കം, അല്ലേ? പക്ഷികൾ വന്നില്ല. ബട്ട് ദർ വാസ് സംബഡി എൽസ് ടു വേക്ക് അപ്പ് നേഹാനെ. ഉണർത്താൻ വേറൊരാൾ അവിടെ ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? ദ ബിഗ് ബ്രൈറ്റ് സൺ. നല്ല വലുതായിട്ട് നല്ല തിളക്കത്തിൽ നിൽക്കുന്ന സൂര്യനായിരുന്നു. അപ്പോൾ സൂര്യൻ എന്ത് ചെയ്തു? എന്താ സൂര്യൻ ചെയ്തത്? വാട്ട് ഡിഡ് ദ സൺ ഡു? ഹി ഫിൽഡ് നെഹാസ് റൂം വിത്ത് പ്ലസന്റ് ലൈറ്റ്, അല്ലേ? നല്ല ലൈറ്റ്, നല്ല പ്രകാശം കൊണ്ട് എന്ത് ചെയ്തു? നെഹയുടെ മുറി അങ്ങ് നിറച്ചു, ഫില്ല് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല നെഹയ്ക്ക്? നമുക്ക്
മുഖത്ത് നല്ല വെട്ടമടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? ഇല്ല. എന്നാലും ഇരുട്ടത്ത് നമുക്കിങ്ങനെ ചുരുണ്ടുകൂടി കിടക്കാം അല്ലേ? മുഖത്തോട്ട് ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് അടിച്ചാൽ വി കാൺ സ്ലീപ്പ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നല്ലോണം രീതിയിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ടു നേഹ ഹിയർ. നേഹയ്ക്ക് എന്താ സംഭവിച്ചത്? ആ കാര്യം തന്നെ സംഭവിച്ചത്. സൂര്യൻ വന്ന് ഉണർത്തി വിത്ത് ഹിസ് ലൈറ്റ്, അവളുടെ ലൈറ്റ്സ് വെച്ചിട്ട്. ഓക്കെ, ബാക്കി ഇനി സൂര്യനെ നേഹ എന്തെങ്കിലും ചെയ്യുമോ, സൂര്യൻ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.